ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഏത് വളയാത്ത പെണ്ണിനെയും പെട്ടെന്ന് വളച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ട്രിക്കാട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അറിയാനും എങ്ങനെയാണ് എന്നുള്ളത് എക്സൈറ്റ്മെൻറ്റോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. കാരണം കോൺഫിഡൻസ് ഇല്ലാത്തതാണ് നിങ്ങളിൽ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇല്ലായ്മ. അതായത് നിങ്ങൾക്ക് എത്ര വലിയൊരു ജോലിക്കാരിയെയും എത്ര വലിയ കോടീശ്വരൻ്റെ മകളെയും നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലാക്കാൻ പറ്റും. നിങ്ങൾ അവരെ പറ്റിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് വീണ്ടും അവരെ ചതിക്കുഴിയിൽ വീഴ്ത്താനുള്ള ട്രിക്കല്ല. അതായത് നിങ്ങൾ ജെന്യൂനായിട്ട് നിന്നുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചതിന് ശേഷവും ജെന്യൂനായിട്ട് അതേ ക്യാരക്ടറിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഓക്കെ ആവും. അല്ലാതെ നിങ്ങൾ ഈ ട്രിക്ക് വെച്ച് അവരെ പറ്റിച്ച് കല്യാണം കഴിച്ച് അവരെ കുഴിയിൽ വീഴ്ത്തിയിട്ട് അങ്ങനെയുള്ള ട്രിക്കല്ല നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യാതിരിക്കുക. ആദ്യം നിങ്ങൾ ആ വ്യക്തിനെ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളവരെ പ്രപ്പോസ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങളവരെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എല്ലാ പെൺകുട്ടികൾക്കും, ഒരു 90% പെൺകുട്ടികളും ക്യാരക്ടർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓക്കെ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ജോലി, അതുപോലെ ഓരോരുത്തരുടെ ജോലി, ക്യാരക്ടർ, ഇതൊക്കെ നോക്കിയിട്ടാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഓക്കെ പറയുന്നത്. ഇപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ലെങ്കിലും ജോലി നോക്കിയില്ലെങ്കിലും ക്യാരക്ടർ ക്യാരക്ടർ എന്താണെന്ന് അത്യാവശ്യം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഓക്കെ പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടറിലോട്ട് നിങ്ങൾ മാറുക. അവരുടെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം അവരിലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് നല്ല രീതിക്ക് ഫ്രണ്ട്ഷിപ്പ് ആവുക. അവരായിട്ട് നിങ്ങൾക്ക് നമ്പർ തരുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് നമ്പർ തരുമ്പോൾ നിങ്ങൾ അവരിലോട്ട് കൂടുതൽ അടുക്കും. അപ്പോൾ കൂടുതൽ അടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിക്ക് ചാറ്റ് ചെയ്യുക, സംസാരിക്കുക. അതായത് അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക്, എല്ലാ ഗേൾസിനും ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ കാര്യങ്ങൾ കേട്ടിരിക്കുക, ഒരു നല്ല ലിസണർ ആയിരിക്കുക നിങ്ങൾ. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന് നല്ലോണം സംസാരിച്ച് അവരെ ഒരുപാട് ട്രിപ്പ് കൊണ്ടുപോവുക, അവരെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. അതൊന്നുമല്ല ഒരു ഗേളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടുക, അത് കേട്ടിരിക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ആ വഴി കൂടെ കാര്യങ്ങൾ ആദ്യം കൊണ്ടുപോവുക. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ആദ്യം കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക. നിങ്ങളിൽ തന്നെ അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. ആ ഇമ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് നമ്മളോടൊരു ക്രഷ് ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം പതിയെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ക്യാരക്ടർ എന്താ നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൽ നിങ്ങൾ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പെൺകുട്ടിക്ക് മദ്യപിക്കുന്ന ഒരാളെ ഇഷ്ടമല്ലെന്ന് വെച്ചു. അപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതിന് ശേഷം വേണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുന്ന, അതായത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും, അതായത് പൈസകളൊന്നും അധികമായി ചിലവാക്കാതെ സൂക്ഷിച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങളും കൊണ്ടുപോകുന്ന രീതിയിൽ വേണം ആദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നിങ്ങളിലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അതായത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ കറങ്ങി നടക്കുന്ന ഒന്നും ഒരു പെൺകുട്ടികൾക്കും അധികം ഇഷ്ടപ്പെടില്ല. കാരണം നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഇരിക്കണം എന്നാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിനുശേഷം അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അതേ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ അവരെ ഒരിക്കലും ചാണകക്കുഴിയിൽ, അതുപോലെ ചതിക്കുഴിയിൽ വീഴ്ത്തിയതുപോലെ ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ നിങ്ങളൊരു സത്യസന്ധനാണെന്ന് അവർക്ക് എപ്പോഴും മനസ്സിലാക്കി കൊടുക്കുക. അത് ഒരിക്കലും കള്ളത്തരം പറയാതെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളൊരു നല്ല സത്യസന്ധനാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്രേക്കപ്പ് സംഭവിക്കും. ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള പല റീസൺസിലും ഒന്നാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ ഉള്ളതും കള്ളത്തരം പറയും. മെയിനായിട്ടുള്ളത് കള്ളത്തരമാണ്. ഈ കള്ളത്തരം വരുന്ന സമയത്താണ് അധികവും ബ്രേക്കപ്പ് വരുന്നത്. പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള ടൈറ്റ്, ജോലി ഇല്ലായ്മ, അതൊന്നും എന്താ പറയുക, ഒരു ബ്രേക്കപ്പിലോട്ട് ഒരിക്കലും എത്തിക്കില്ല. കാരണം ആദ്യമേ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല രീതിക്ക് പോകുന്ന ഒരാൾ പെട്ടെന്ന് ഫിനാൻഷ്യലി ഡൗൺ ആവുന്ന സമയത്തും ജോലി നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ബ്രേക്കപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്നേഹം ഒരിക്കലും ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവുന്നെങ്കിൽ നിങ്ങളും അവിടുന്ന് ഒഴിഞ്ഞു മാറി വരിക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. അതിനുശേഷം അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങൾ ആദ്യം കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് നിങ്ങളാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് എനിക്ക് നിറമില്ല, എനിക്ക് ജോലിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വലിയൊരു വീടില്ല, അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ്, ഹൈറ്റ് കുറവാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കാതെ നിങ്ങളിലൊരു പോസിറ്റീവ്നെസ്, അതായത് നിങ്ങളിലൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എത്ര നല്ല പെൺകുട്ടിയാണെങ്കിലും എന്നെക്കാളും ഭയങ്കര ഗ്ലാമറാണ്, എന്നെക്കാളും നല്ല ജോലിയുണ്ട്, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവർക്ക് ആത്മാർത്ഥ സ്നേഹം കൊടുത്ത് അവരോട് നല്ല രീതിയിൽ പെരുമാറി അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കി ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഏത് പെൺകുട്ടിയെ നിങ്ങൾക്ക് വളച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം എല്ലാ പെൺകുട്ടികളും ഒരുപോലെ അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പോയി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എല്ലാവരും പെട്ടെന്ന് ഓക്കെ പറയണമെന്നില്ല. നിങ്ങളതിന് ശേഷം ഫോൺ വിളിക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഓക്കെ പറയണമെന്ന എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ല. അപ്പം നിങ്ങൾ അധികവും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ക്യാരക്ടർ മനസ്സിലാക്കി അതിനുശേഷം പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഏത് പെൺകുട്ടികളെയും വളയ്ക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും പെൺകുട്ടികളെ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും സിംഗിളായിട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും പ്രപ്പോസ് ചെയ്ത് അത് ഫെയിലായി പോയവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.